Hello, hi, it's me, Mr. Creator, and welcome to day 4 of 50 days of Indian dropshipping. നല്ലൊരു സപ്ലയർ കണ്ടുപിടിക്കുക എന്നതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്സിലെ ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു 5 സപ്ലൈസ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള 5 സപ്ലൈസിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതിൽ കുറച്ചെണ്ണം മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ബാക്കിയുള്ളതിൽ കുറേ ഡ്രോബാക്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ബെനിഫിറ്റ്സും ഡ്രോബാക്സും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സപ്ലയറിനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള മെത്തേഡ് കൂടി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സപ്ലൈസ് വളരെ കുറവാണ്. വളരെ കുറവാണെന്ന് നമുക്ക് കുറേ പേരുകൾ കാര്യങ്ങൾ സപ്ലൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നെങ്കിലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഈ ഒരു സീരീസിൽ ഉപയോഗിക്കാൻ പോകുന്ന ഷോപ്പിഫൈയുമായിട്ട് സുഖമായ തരത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്പുള്ള സപ്ലൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു ഓർഡർ കാര്യങ്ങൾ ഒരു ക്ലിക്കിൽ നമുക്ക് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ സപ്ലയറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഒരു സിമ്പിൾ പ്രോസസ്സല്ലേ. അങ്ങനത്തെ ഒരു സിമ്പിൾ പ്രോസസ്സിൽ ചെയ്യാൻ പറ്റുന്ന സപ്ലൈസ് വളരെ കുറവാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് കൂടാതെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ഓർഡേഴ്സൊക്കെ കറക്റ്റ് ടൈമിൽ ടൈം ഗ്യാപ്പ് പോലും ഇല്ലാതെ നമ്മുടെ സപ്ലയറുമായിട്ട് കണക്റ്റ് ആയിട്ട് സപ്ലൈസിന് ആ ഡീറ്റെയിൽസ് കിട്ടി ഷിപ്പിംഗ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഒന്ന് ആലോചിച്ച് നോക്കിയത്. അപ്പോൾ ആ ഒരു സംഭവം ചെയ്യുന്നതുമായിട്ടുള്ള സപ്ലൈസ് കുറവാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാത്ത കുറേ സപ്ലൈസ് അവൈലബിൾ ആണ്, പക്ഷേ അതിനും ജെനുവിറ്റി കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇതുവരെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു 5 സപ്ലൈസിൽ ഞാൻ പറഞ്ഞുതരാം. ആ 5 സപ്ലൈസിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതും ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എന്ന് പറയുന്നത് റോപ്പോസോ ക്ലൗഡ്. അപ്പോൾ ഇതാണ് റോപ്പോസോ ക്ലൗഡ്. നമ്മൾ റോപ്പോസോ ക്ലൗഡിന് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജാണ് നമുക്ക് വരിക. അപ്പോൾ റോപ്പോസോ ക്ലൗഡ് ആണ് നമ്മുടെ മെയിൻ സപ്ലൈ. ഈ ഒരു സീരീസിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന ഒരു സപ്ലൈ എന്നുള്ള ഈ റോപ്പോസോ ക്ലൗഡാണ്. അത് അവിടെ തന്നെ വേറെ സപ്ലൈ കൂടിയാണ്. അപ്പോൾ റോപ്പോസോ ക്ലൗഡാണ് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് പറയാൻ പോകുന്ന ഫസ്റ്റ് സപ്ലയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ തരത്തിലുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റോപ്പോസോ ക്ലൗഡിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡക്റ്റ് കാറ്റലോഗ് തന്നെയാണ്. കാരണം ഈ ഒരു വെബ്സൈറ്റിൽ ഇഷ്ടം പോലെ പ്രൊഡക്ട്സ് പല കാറ്റഗറീസിൽ അവൈലബിൾ ആണ്. അത് ഏത് പ്രൊഡക്ട്സും നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സെല്ല് ചെയ്ത് തുടങ്ങാൻ പറ്റുമെന്നതാണ് ഈ റോപ്പോസോ ക്ലൗഡിൻ്റെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1 ക്ലിക്ക് സെറ്റപ്പാണ്. അതായത് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും പറ്റും. അതോടൊപ്പം തന്നെ ഡേ 1 വെച്ച് തന്നെ ഒരു എന്താ പറയുക ടാസ്കും ഇല്ലാതെ നമുക്ക് ഡേ 1 മുതൽ തന്നെ പ്രൊഡക്ട്സ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ഷോപ്പിഫൈ സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് സെല്ല് ചെയ്യാൻ തുടങ്ങാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഓർഡേഴ്സ് കറക്റ്റ് സിങ്ക് ആവും. അതായത് ഓട്ടോമാറ്റിക്കലി നമ്മൾ തന്നെ വന്നിട്ട് ഇൻപുട്ട് കൊടുക്കാതെ തന്നെ ഓർഡേഴ്സ് നമ്മുടെ വെബ്സൈറ്റിൽ ഏതൊക്കെ ഓർഡേഴ്സ് വരുന്നോ ആ ഓർഡേഴ്സ് ഡയറക്റ്റ്ലി നമ്മുടെ റോപ്പോസോ ക്ലൗഡുമായിട്ട് സിങ്ക് ആയിട്ട് നമ്മുടെ സപ്ലൈസിൻ്റെ അടുത്തേക്ക് എത്തും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മൂന്നാമത്തെ പ്രത്യേകത. നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ 2 മോഡ് ഓഫ് പേയ്മെൻറ്റ് അവൈലബിൾ ആണ്. അതായത് പേയ്മെൻറ്റ് ഗേറ്റ് വേ വെച്ചിട്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ്സ് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ സെല്ല് ചെയ്യാൻ പറ്റും. അതായത് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുകയാണെങ്കിലും അത് ഈസി ആയിട്ട് ഇവർ ഹാൻഡിൽ ചെയ്യും. അതിൽ ക്യാഷ് ഓൺ ഡെലിവറിയുടെ കാര്യത്തിലാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ക്യാഷ് ഓൺ ഡെലിവറി ബാക്കി ഏത് സപ്ലൈസിൻ്റെ കേസിലും എടുത്തു നോക്കുകയാണെന്ന് വെച്ചാലും ക്യാഷ് ഓൺ ഡെലിവറി ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഓർഡറിൻ്റെ ആദ്യം അവരുടെ ഒരു പേയ്മെൻറ്റ് ഉണ്ട്. അതായത് സപ്ലയറിൻ്റെ ഒരു പേയ്മെൻറ്റ് നമ്മൾ ആദ്യം അടയ്ക്കണം. ആദ്യം അടച്ചു കഴിഞ്ഞിട്ട് അവരിത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതായത് അവർ ഷിപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് അയക്കും. പക്ഷേ അവിടെ വരുന്ന ഏറ്റവും ഒരു പ്രശ്നത്തിൽ ആ ഒരു സംഭവം റിട്ടേൺ ആയി കഴിഞ്ഞാൽ നമ്മൾ അടച്ച പേയ്മെൻറ്റ് നമുക്ക് എന്തായാലും കിട്ടില്ല. റിട്ടേൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൈസ് എമൗണ്ട് കൂടി നമുക്ക് വരും. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് നല്ലൊരു എമൗണ്ടിൽ വരും. പക്ഷേ ഈ റോപ്പോസോൻ്റെ കേസിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ക്യാഷ് ഓൺ ഡെലിവറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഡർ ഫുൾഫില്ല് ചെയ്യാം. അതായത് കസ്റ്റമറുടെ അടുത്തേക്ക് ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എമൗണ്ടും സ്പെൻഡ് ചെയ്യേണ്ട. അപ്പോൾ അവരെന്നെ ഫുൾ ഹാൻഡിൽ ചെയ്യും. അതുകൊണ്ട് അതിൻ്റെതായ ഡ്രോബാക്ക് ഇതിലുണ്ട്, ഞാനത് പറഞ്ഞുതരാം. എന്നാലും അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഷിപ്പിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ബോധേഡ് ആവേണ്ട. അവർ ഷിപ്പ് ചെയ്ത് ആ പ്രൊഡക്റ്റ് കസ്റ്റമർ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് നമ്മുടെ റോപ്പോസോ അക്കൗണ്ടിലേക്ക് വരും. അതല്ല റിട്ടേൺ ആയി കഴിഞ്ഞാൽ അതിന് ചെറിയൊരു എമൗണ്ട്, അതായത് അവർ റിട്ടേൺസിന് 72 രൂപയും RTOയ്ക്ക് 142. റിട്ടേണും RTO തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമറുടെ അടുത്തേക്ക് പോയിട്ട് കസ്റ്റമർ വേണ്ടാന്ന് പറയുകയാണ്. അതാണ് റിട്ടേൺ. RTO എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കസ്റ്റമർ അത് വാങ്ങി ആക്സെപ്റ്റ് ചെയ്തു. നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തിട്ട് കസ്റ്റമർ അവിടെ വാങ്ങി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ സാധനമൊക്കെ പൊളിച്ച് നോക്കിയപ്പോൾ ഈ സാധനം അവർക്ക് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ട്, അങ്ങനെ വന്നിട്ട് ഇത് തിരിച്ച് റിട്ടേൺ അടിക്കണം എന്ന് പറയുന്ന സംഭവമാണ് RTO എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പ്രശ്നം അവരെന്താ ഈ റോപ്പോസോ ക്ലൗഡ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയൊരു ചാർജ് ഈടാക്കണമെന്നല്ലാതെ ബാക്കി ഒരു പ്രശ്നവും നമുക്ക് ഈ ഒരു ആ ഒരു ഹാൻഡ്ലിംഗ് സെക്ഷന് ഇല്ല എന്നതാണ് ഇതിൻ്റെ അടുത്തൊരു ബെനിഫിറ്റ്. ഇനി എല്ലാ ബെനിഫിറ്റും പറയുമ്പോൾ അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജസും ഈ ഒരു റോപ്പോസോ ക്ലൗഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഡിസഡ്വാൻറ്റേജസ് കൂടി നിങ്ങൾ അറിഞ്ഞിട്ടേ
ഈ ഒരു പ്രോസസ്സിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് വളരെ സുഖമാണ്, നമുക്ക് പേയ്മെൻറ്റ് നടക്കേണ്ട, പക്ഷേ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. പക്ഷേ അതിൻ്റേതായ പ്രശ്നമുണ്ട്. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയിൽ നമ്മൾ കൊറിയേഴ്സ് കാര്യങ്ങൾ ആരൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് കൺട്രോൾ ഇല്ല. അപ്പോൾ ഇവരായിട്ട് ഇവരുടെ സപ്ലയർ ചൂസ് ചെയ്തിട്ട് അവരയച്ചു വിടുക ചെയ്യുക. അപ്പോൾ ആ സപ്ലൈസ് അയക്കണതിൽ ഏറ്റവും കൂടുതൽ RTO വരാനുള്ള ചാൻസസ് റോപ്പോസോ ക്ലൗഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ കൂടുതൽ RTO വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫസ്റ്റ് ഒരു ഞങ്ങൾക്ക് വലിയൊരു ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്ട്രെസ് ചെയ്ത് നോക്കണമെന്നുള്ള കേസിലായിട്ട് വരുന്നവർക്ക് മാത്രമേ ഞാൻ റോപ്പോസോ ക്ലൗഡ് സജസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാത്തവർക്ക് നല്ലതെന്ന് വെച്ചാൽ സ്വന്തമായ ഒരു സപ്ലയർ കണ്ടുപിടിച്ച് സെല് ചെയ്യുക തന്നെയാണ്. പക്ഷേ സപ്ലയർ ലെവലൊക്കെ കണ്ടുപിടിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആവണം. അപ്പോൾ ആവാതെ ജസ്റ്റ് നിങ്ങൾ വന്നിട്ട് ഞാൻ സപ്ലയർ കണ്ടുപിടിക്കണം അവരോട് നാളെ തന്നെ സംസാരിച്ച് ഡീലാക്കിയിട്ട് പരിപാടി തുടങ്ങാന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ജെന്യൂനിറ്റി വേണം. നമ്മൾ ഇത്ര കൊല്ലമായിട്ട് ഈ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്, നമുക്ക് ഇത്രത്തോളം സെയിൽസ് വരുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ കൊടുത്താൽ തന്നെ സപ്ലയർ നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് പ്രൈസ് കുറച്ചിട്ട് പ്രൊഡക്ട്സ് തരുള്ളൂ. അല്ലാത്ത വണ്ണം ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒഴിവായി പോവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസുകൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിലൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ടെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫീൽഡ് തുടങ്ങി നോക്കിയിട്ട് ഇതിൻ്റെ സ്കോപ്പ് അറിഞ്ഞിട്ട് മെല്ലെ മെല്ലെ നമുക്ക് സപ്ലൈസിന് എടുക്കാം എന്നുള്ള തരത്തിലുള്ള ഐഡിയ ആയിട്ടാണ് നിങ്ങൾ വരുന്നെങ്കിൽ റോപ്പോസോ ക്ലൗഡാണ് ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ ഇതിൻ്റെതായ എൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞത് ക്യാഷ് ഓൺ ഡെലിവറി റിട്ടേൺ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഓപ്ഷനും ഞാൻ ഈ വഴി വരുന്ന സീരീസിൻ്റെ വഴി വരുന്ന വീഡിയോസിന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് ഇതിൽ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ഹൈ RTO ചാൻസ് കൂടും. പിന്നെ രണ്ടാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കാര്യങ്ങളൊന്നും ചാർജ് ചെയ്യണില്ല. പക്ഷേ അതിൻ്റെതിനനുസരിച്ച് ഇതിൻ്റെ ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ഇതിൽ തന്നിരിക്കുന്ന ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് വളരെ ഹൈ ആണ്. ബാക്കി ഇപ്പം നമ്മൾ ഒരു സപ്ലയർ വെച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് സംഭവം സ്റ്റോറിൽ സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിന് ശരിക്കും പറയാം എക്സാമ്പിൾ നമ്മൾ സപ്ലയർ വെച്ചിട്ട് ഒരു സാധനം ഇഷ്ടപ്പെട്ട് നമ്മൾ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അവർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 200-290 അല്ലെങ്കിൽ 150 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ അതേ പ്രൊഡക്റ്റ് നമ്മുടെ റോപ്പോസിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ 350-400 രൂപ ആ റേഞ്ചിലായിരിക്കും. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്തിന് ഇത്ര റേറ്റ്, അപ്പോൾ നമുക്ക് വിൽക്കണമെങ്കിൽ 600 രൂപ 700 രൂപയ്ക്കൊക്കെ വിൽക്കാൻ പറ്റും. പക്ഷേ എന്തിനും കൂടെ ഇത്ര റേഞ്ച് തന്നെ, അത് എന്തുകൊണ്ടാണെന്നും കൂടി ഞാൻ പറഞ്ഞു. അത് അതിൻ്റെതായ ഒരു റീസൺ ഉണ്ട്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതിൽ 3 സൈഡ് റോപ്പോസോ എന്ന് പറയുന്നത് ഒരു മീഡിയേറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് എൻഡിൽ കുറേ സപ്ലൈസ് ഉണ്ട്. ഈ സപ്ലൈസാണ് ഈ റോപ്പോസോ ക്ലൗഡിലേക്ക് ഈ പ്രൊഡക്ട്സ് ആഡ് ചെയ്യണത്. അപ്പോൾ ആ സപ്ലൈസിന് ഒരു ശതമാനം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിന് 1% അവർക്ക് പോകും. പിന്നെ റോപ്പോസോ ആണല്ലോ ഇതിൻ്റെ മീഡിയേറ്റർ നടക്കുന്നത്. അപ്പോൾ അവർക്ക് 1% പ്രൈസ് പോകും. പിന്നെ 1% പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ് ഓൺ ഡെലിവറി നമ്മളിൽ നിന്ന് വാങ്ങില്ല. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി വഴി RTO വഴി നിന്ന് വരുന്ന അവർ നഷ്ടം നികത്താൻ വേണ്ടിയാണ് 1% പോകുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൽ തന്നെ ഈ ഒരു പ്രൈസ് മൊത്തം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ ഇതേ പ്രൊഡക്റ്റ് ഞാൻ എക്സാമ്പിൾ പറയാം, നിങ്ങൾ പറയും ഹൈ ആണ്, പക്ഷേ അതിൽ വേറെ പ്രത്യേകത. ഇതേ പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ഒരു സപ്ലയർ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത് വയ്ക്കുക. സപ്ലയർക്ക് ആപ്പ് കാര്യങ്ങളൊന്നും ഷോപ്പിഫൈയിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഷിപ്പ് റോക്കറ്റ് പറഞ്ഞൊരു സംഭവം ഉപയോഗിച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ ഷിപ്പ് റോക്കറ്റ് ഈ ഓർഡർ സിങ്ക് ആകുമ്പോൾ നമ്മൾ ഈ നമ്മുടെ കയ്യിലുള്ള സപ്ലയറിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഷിപ്പ് റോക്കറ്റിൽ ആഡ് ചെയ്തിട്ട് അവരുടെ അടുത്തേക്ക് പിക്കപ്പ് ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ ഈ ഷിപ്പ് റോക്കറ്റിൽ നിങ്ങൾക്കൊരു ഡെലിവറി ഷെഡ്യൂൾ ചെയ്യാൻ, അതായത് പിക്കപ്പും ഡെലിവറി ഷെഡ്യൂൾ ചെയ്യാൻ തന്നെ പ്രൈസ് ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് 150 ആണെങ്കിൽ പിക്കപ്പ് ഷെഡ്യൂൾ ഡെലിവറിയും ഷെഡ്യൂൾ ചെയ്യാൻ തന്നെ നമ്മൾ ഷിപ്പ് റോക്കറ്റിൽ ആഡ് ചെയ്യേണ്ട പ്രൈസ് വരുമ്പോൾ ഏകദേശം ഒരു 150-200 രൂപ റേഞ്ചിൽ. അപ്പോൾ മൊത്തത്തിൽ 350 രൂപ അവിടെ തന്നെ നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ RTO നമുക്ക് വരികയാണെന്ന് വെച്ചാൽ RTO തിരിച്ച് റിട്ടേൺ നമുക്ക് കറക്റ്റ് പിക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു 100 രൂപ കാര്യങ്ങൾ എക്സ്ട്രാ വരും. അപ്പോൾ 300. അപ്പോൾ ആ ഒരു റേഞ്ച് നോക്കുമ്പോൾ പ്രൈസ് പ്രകാരം ഒരു ജെന്യുവിൻ പ്രൈസ് തന്നെയാണ് റോപ്പോസോ ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ചിലവർക്കത് ഒറ്റയടിക്ക് ആ ഒരു എമൗണ്ട് കാണുമ്പോൾ ഹൈ ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്, അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജ്. പക്ഷേ റോപ്പോസോ ക്ലൗഡ് ബാക്കിയുള്ള സപ്ലൈസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രൈസ് ഹൈ ആയിട്ട് തോന്നുന്നു എന്നത് എൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഇനി രണ്ടാമത്തെ നമ്മുടെ സപ്ലയർ ആരും നോക്കാം. sourceinfy.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. അതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഈ ഒരു സംഭവമാണ് സെക്കൻഡ് സപ്ലയർ എന്ന് പറയുന്നത്, sourceinfy.com എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സപ്ലയർ. ഈ ഒരു സപ്ലയർ കറക്റ്റ് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ റോപ്പോസോ വന്നതിന് ശേഷം അതേ ഒരു മെത്തേഡ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് അത്യാവശ്യം കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. അതായത് റോപ്പോസോ ക്ലൗഡ് എങ്ങനെ മെത്തേഡ് കാര്യങ്ങൾ ചെയ്യുന്നു അതേപോലെ തന്നെയാണ് സോഴ്സിൻഫിയും ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് പ്രകാരം അതിൻ്റെ റോപ്പോസോയിൽ വരുന്ന ഓരോ അഡ്വാൻറ്റേജസും സോഴ്സിൻഫിയിലും ബാധകമാണ് എന്നാണ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പിന്നെ അടുത്തൊരു അഡ്വാൻറ്റേജ് പറയുന്നത് റോപ്പോസോ പോലെ തന്നെ അത്യാവശ്യം നല്ല വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ഈ സോഴ്സിൻഫിയിൽ അവൈലബിൾ ആണ്. അതും റോപ്പോസിൽ നിന്ന് ചെറിയ പ്രൈസ് വ്യത്യാസം
ലോ പ്രൈസിൽ നമുക്ക് ഈ സോഴ്സിംഗ് ഫീ അവൈലബിൾ ആണ് എന്നുള്ളത് രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എത്രത്തോളം എല്ലാ പ്രൊഡക്ട്സിലും ആണെന്നുള്ള കാര്യം എനിക്ക് കറക്റ്റ് അല്ല. എന്നാലും ഞാൻ കണ്ടിടത്തോളം റോപ്പോസിലെ പ്രൈസിങ്ങിനെക്കാട്ട് കുറച്ചും കൂടി ലോ പ്രൈസിങ്ങിലാണ് സോഴ്സിംഗ് ഫീ വിൽക്കുന്നത്. ചെറിയ പ്രൈസ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു 50 രൂപ അല്ലെങ്കിൽ 100 രൂപയുടെ അല്ലെങ്കിൽ ഒരു 80 രൂപ, ആ റേഞ്ചിലെ ഡിഫറൻസ് അവർക്ക് തമ്മിലുണ്ട് എന്നതാണ് സോഴ്സിംഗ് ഫീ റോപ്പോസിൽ നിന്ന് ബെനിഫിറ്റുകളായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു ജനറൽ സ്റ്റോർ തുടങ്ങാൻ വിചാരിക്കുക. ജനറൽ സ്റ്റോർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള. അപ്പോൾ ആ ഒരു ജനറൽ സ്റ്റോർ തുടങ്ങാനുള്ള എല്ലാ തരത്തിലുള്ള പ്രൊഡക്ട്സും ഈ ഒരു സോഴ്സിംഗ് ഫീ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ അവൈലബിൾ ആണെന്നാണ് ഇതിൻ്റെ അടുത്തൊരു പ്രോഫിറ്റ്. ഇനി ഇതിനൊരു നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് എന്താണെന്ന് ഞാൻ പറയാം. റോപ്പോസോ പോലെ എല്ലാ പ്രൊഡക്ട്സും നമുക്ക് ആദ്യം തന്നെ ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നത് സോഴ്സിംഗ് ഫീയുടെ കേസിൽ ഒരു നെഗറ്റീവാണ്. നമുക്കായിട്ട് നമ്മളൊരു അക്കൗണ്ട് തുടങ്ങാൻ വെച്ചാൽ, സോഴ്സിംഗ് ഫീയിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ വെച്ചാൽ അവർ നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് അലോക്കേറ്റ് ചെയ്ത് വെക്കും. ആ പ്രൊഡക്ട്സ് മാത്രമേ നമുക്ക് വിസിബിൾ ആയിട്ട് കാണുള്ളൂ. നമ്മൾ ഈ സോഴ്സിംഗ് ഫീ ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അത്യാവശ്യം പ്രൊഡക്ട്സ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് സെയിൽസ് വരുന്നതിനനുസരിച്ചിട്ട് ഇവർ ഒരു പ്രീമിയം സെക്ഷൻ ഉണ്ട്, ലോക്ക്ഡ് സെക്ഷൻ ഉണ്ട്. ആ ലോക്ക്ഡ് സെക്ഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ലോക്ക്ഡ് സെക്ഷൻ നമുക്ക് അപ്ലൈ ചെയ്യണം, അത് ആക്സസ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുഴപ്പം ഈ സോഴ്സിംഗ് ഫീ ഉണ്ട് എന്നതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മെയിൻ കാര്യം. പിന്നെ രണ്ടാമത്തൊരു നെഗറ്റീവ് തോന്നുന്നത് വെച്ചാൽ, എനിക്ക് മാത്രം തോന്നിയതാണ്, ഞാൻ ബാക്കിയുള്ളവർക്ക് അതേപോലെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും എനിക്ക് തോന്നിയ നെഗറ്റീവ് എന്ന് പറയുന്നത്, ഞാൻ ഇവരുടെ എന്താ പറയുക, ഞാൻ അതേപോലെ തന്നെ മറ്റേ ഞാൻ പറഞ്ഞല്ലോ ലോക്കഡ് ആയിട്ടുള്ള ആക്സസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കസ്റ്റമർ കെയറിന് കാര്യങ്ങൾക്കൊക്കെ മെസ്സേജ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ കസ്റ്റമർ കെയറിന് കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു റിപ്ലൈയുടെ ടൈം ഭയങ്കര ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ്. അപ്പോൾ കസ്റ്റമർ സപ്പോർട്ട് കുറച്ച് വീക്കാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചിലപ്പോൾ ചിലവർക്ക് അത് കറക്റ്റ് ആയിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സോഴ്സിംഗ് ഫീൽഡിലെ കസ്റ്റമർ സപ്പോർട്ട് റോപ്പോസോ മോശമാണ്, എന്നാലും പൊതുവേ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭേദമാണ് എന്ന തരത്തിൽ തോന്നുമ്പോൾ സോഴ്സിംഗ് ഫീൽ അത് നെഗറ്റീവാണ്. ഞാൻ ആരെയും സൈഡ് പിടിച്ച് പറയില്ല, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സോഴ്സിംഗ് ഫീൽ എനിക്ക് ആ കസ്റ്റമർ സപ്പോർട്ട് കുറച്ചൊന്ന് വീക്കാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ കേസിൽ അത് കുറച്ച് ലാഗ് എടുക്കുന്നുണ്ട് എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടാമത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സപ്ലയർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സപ്ലയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറേ കാലം ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഗ്ലോറോഡ് പറഞ്ഞ സംഭവം. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ ഗ്ലോറോഡ് നമ്മുടെ ഷോപ്പിഫൈയിൽ നിന്ന് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലിപ്പോൾ സെല്ലിങ്ങിനെക്കാട്ട് കൂടുതൽ ഇവർ ആമസോണെ ഏറ്റെടുത്തിട്ടുണ്ട്. ആമസോൺ ഈ വെബ്സൈറ്റിനെ ഏറ്റെടുത്തു. അതുവഴി ഈ സെല്ലിങ്ങിനെക്കാട്ട് കൂടുതൽ ബിസിനസ് സപ്ലയേഴ്സിനെ രജിസ്റ്റർ ചെയ്താനും ബിസിനസ് വളർത്താനും വേണ്ടിയിട്ടുള്ള തരത്തിൽ ഈ സംഭവങ്ങൾ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ ഒരു വലിയ ഒരു ഇമ്പോർട്ടൻസ്. പക്ഷേ ഗ്ലോറോഡിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ പ്രോസസ്സ് വർക്കൗട്ടിന് നമ്മൾ ഇതുവരെ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ട് ഞാൻ ഗ്ലോറോഡ് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഗ്ലോറോഡ് വഴി നടക്കുന്നു എന്നാണ് എനിക്കും ഇപ്പോഴും തോന്നുന്നത്. ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. പണ്ട് പറഞ്ഞ ഡ്രോപ്പ് ഷിപ്പിംഗ് ഒക്കെ ഇന്ത്യയിൽ വന്ന ടൈമിൽ ഞാൻ ഒട്ടും ഓടിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ആ സമയത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ അതിൽ അന്നൊരു ഇഷ്യൂ ഉണ്ടായെന്ന് വെച്ചാൽ ഇത് കണക്റ്റ് ഷോപ്പിഫൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സാധനം കൊണ്ട് ഞാൻ ഇത് ഒഴിവാക്കി വിട്ടൊരു സംഭവമായിരുന്നു. അപ്പോൾ അന്ന് ഈ ഒരു സാധനം ഗ്ലോറോഡ് നല്ല സ്കോപ്പ് ഉണ്ടായിരുന്ന സാധനമായിരുന്നു. പക്ഷേ ഇതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് പറഞ്ഞാൽ പ്രൊഡക്ട്സ് ഒക്കെ ഭയങ്കര ലോ കോസ്റ്റ് ആയിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് ഏറ്റവും വലിയ നെഗറ്റീവ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ട്രെൻഡിങ് പ്രൊഡക്ട്സ് കുറവാണ്. അതേപോലെ തന്നെ ഷോപ്പിഫൈ ആയിട്ട് കറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വർക്കൗട്ട് ആയി. കാരണം ഇൻ്റർനാഷണൽ മാർക്കറ്റ് നമ്മൾ ബിസിനസ് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തിട്ട് ഇന്ത്യക്ക് വരുമ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഫുൾ ഓട്ടോമേഷനാണ്. അപ്പോൾ ആ ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് ഗ്ലോറോഡിൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് ഞാൻ അന്ന് യൂസ് ചെയ്യാഞ്ഞത്. പക്ഷേ ഗ്ലോറോഡ് ഒരു ഓപ്ഷൻ ആയിരുന്നു, ഇപ്പോഴും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഒന്ന് കറക്റ്റ് ഒന്ന് റിസർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്നത്. ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതിലൊരു മൂന്നാമത്തെ പാർട്ടായിട്ട് കൊടുക്കണോ എന്ന് മാത്രമേ ചെയ്തു. നാലാമത്തെ എന്ന് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഡിയോഡാപ്പ് ആപ്പ്. ഇപ്പം ഇത് ഈ ഒരു ഏകദേശം പറയുക ഒരു 1.5 കൊല്ലം 2 കൊല്ലമായിട്ട് ഈ സാധനം ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അതിന് മുമ്പ് വന്നിട്ടുണ്ടോ അറിയില്ല. ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി ഇപ്പോൾ 1.5 കൊല്ലമായിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. ഡിയോഡാപ്പ് ആപ്പിൻ്റെ പ്രത്യേകത അത്യാവശ്യം ഇത് ഡ്രോപ്പ് ഷിപ്പിങ്ങിനായിട്ട് നിർമ്മിച്ച ഒരു വെബ്സൈറ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്യാവശ്യം നല്ല വൈഡ് വെറൈറ്റി ഓഫ് പ്രൊവൈഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര കുറവായിരുന്നു. ഓരോ അപ്പോൾ അത് മെയിനായിട്ട് ഹോമും കിച്ചണും ബേസ് ചെയ്ത് മാത്രമുള്ള പ്രൊഡക്ട്സ് മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇതിന് സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറയാം, അഡ്വാൻസും ഡിസഡ്വാൻസും ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനത്തെ ഇതിപ്പോൾ ആൾറെഡി നല്ല അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റോ ഓരോണ്ടോ ബെസ്റ്റ് സെല്ലിംഗ് ന്യൂ അറൈവൽസ്, സമ്മർ, ഹോം കിച്ചണ്, ടോയ്സ് ആൻഡ് ഗെയിംസ്, ക്ലീനിങ് സപ്ലൈസ്, ഹോം ഇംപ്രൂവ്മെൻറ്റ്സ്, പേഴ്സണൽ കെയർ, ഇതൊക്കെ എല്ലാം നമ്മുടെ 9 രൂപ, 19 രൂപ, 29 ഈ റേഞ്ച് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എന്നുള്ളതിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് സാധനം പറയുന്നത്. ഇനി എൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ പഴയതിനെ അപേക്ഷിച്ച് നല്ല പണ്ട് ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ ഉണ്ടായതിനെക്കാട്ട് അപേക്ഷിച്ച് ഇപ്പോൾ നല്ല പ്രൊഡക്ട്സ് കാര്യങ്ങൾ ആഡ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അത് പക്ക ഡ്രോപ്പ് ഷിപ്പിങ്ങിന് വേണ്ടിയിട്ട് നിർമ്മിച്ചൊരു വെബ്സൈറ്റ് പോലെയാണ് സംഭവം. ഒരു സപ്ലയർ ടീമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ഷോപ്പിഫൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വലിയൊരു നെഗറ്റീവ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഷോപ്പിഫൈയിൽ ഇപ്പോൾ ആഡ് ആക്കിയിട്ടൊന്നും അറിയില്ല.
എൻ്റെ അറിവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതിൽ കാണുന്നുണ്ട് ഗൂഗിൾ പ്ലേ ആപ്പും ആപ്പ് സ്റ്റോർ ആപ്പ് ഉണ്ട്, പക്ഷേ ഷോപ്പിഫൈയിൽ ആപ്പ് ഉണ്ടോ നമുക്ക് ഇപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഡയറക്റ്റ് നേരിട്ട് തന്നെ നോക്കിയേക്കാം. എന്നാൽ ആ ഒരു ഡൗട്ടും തീർക്കാമല്ലോ നമുക്ക്. ഡിയോയുടെ ആപ്പ് ഒന്ന് നോക്കിയേക്കാം. ഡിയോയുടെ ആപ്പ് പറഞ്ഞ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായില്ല. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ഡിയോയുടെ ആപ്പിൻ്റെ ഒരു ആപ്പ് അവൈലബിൾ അല്ല. അപ്പോൾ ഇൻ്റഗ്രേറ്റിങ്ങിൻ്റെ ഓപ്ഷൻസ് ഒക്കെ കാര്യങ്ങൾ ചിലപ്പോൾ മിക്കവാറും ഇവരുമായിട്ടൊരു പ്ലാൻ കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ട് ആ പ്ലാനിൽ പ്രകാരം ഇവരൊരു SQ അല്ലെങ്കിൽ ഒരു ഷീറ്റ് കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ CSV ഫയൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ആ CSV ഫയൽ നമ്മുടെ സ്റ്റോറിൽ വന്നിട്ട് മാനുവലി ഇൻപുട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ സാധനം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് അതിന് ഡാറ്റാസ് കാര്യങ്ങളൊക്കെ കയറ്റും. അത് നമുക്ക് വേണ്ട പ്രൊഡക്ട്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് ആക്റ്റീവ് ആക്കുക. അങ്ങനെ കുറേ പ്രോസസ്സ് ഉണ്ട്. ഇതാണ് പറഞ്ഞത്. മറ്റേ കേസിൽ അതില്ല. ഒറ്റ ക്ലിക്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം, ഒറ്റ ക്ലിക്കിൽ നമുക്ക് കാര്യങ്ങൾ മൊത്തം സെറ്റപ്പ് ആക്കാം. ഇത് ആ ഒരു പ്രശ്നം. ഇത് നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം. നല്ലതാണ്. ഇതിന് വലിയൊരു ബെനിഫിറ്റ് ഞാൻ പറയാൻ പറഞ്ഞു. വലിയൊരു ബെനിഫിറ്റ് എന്താ, പ്രൈസിങ് ആണ്. ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ വളരെ 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 ബാക്കി ഏത് സപ്ലൈനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസിങ് വളരെ വളരെ 29 രൂപ, 40 രൂപ, 19 രൂപ, 13, 200 രൂപ, 119 രൂപ. ഞാൻ പറഞ്ഞില്ലേ നല്ല പ്രൈസിങ് കുറവിലാണ് ഈ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് റേഞ്ച് ഇപ്പോഴും അവൈലബിൾ ആണ്. ഇതിന് ബെനിഫിറ്റ്സും ഉണ്ട്, അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഷോപ്പിഫൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇതിനൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉണ്ടോ എന്ന് എനിക്ക് എൻ്റെ ഒരു മനസ്സ് തോന്നിയിട്ടുണ്ട്. ലോഗിൻ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ. ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതുകൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ചൂട്ടബിളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഞാനൊരു 4ാമത്തെ സെക്ഷനായിട്ട് ഡിയോയുടെ ആപ്പിനെ പറഞ്ഞത്. ഇനി 5ാമത്തെ എന്ന് പറയുന്നത് സപ്ലയർ എന്ന് പറയുന്നത് ബാബ് സ്റ്റോർ അല്ലെങ്കിൽ ബാബ് സ്റ്റോർ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിലും അത്യാവശ്യം നല്ല പ്രൊഡക്ട്സ് കാര്യങ്ങളുണ്ട്. നമുക്ക് ലോ റേഞ്ച് ഓഫ് പ്രൈസിൽ നമുക്കിത് വിൽക്കാൻ പറ്റുമെന്നുള്ളത് വലിയൊരു ബെനിഫിറ്റാണ്. പക്ഷേ ഇതിന് ഏറ്റവും വലിയൊരു നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് എന്താ വെച്ചാലോ, ഇതിലൊരു പ്ലാൻ ബേസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്ലാൻ ബേസ് ആണ്. നമുക്ക് താഴത്ത് ഇങ്ങനെ പോയി കാണാൻ പറ്റും കേട്ടോ. ഗോൾഡൻ, ഡയമണ്ട്, ബ്രോൺസ് പ്ലാനിൽ. അപ്പോൾ ഈ പ്ലാനിൽ നമുക്ക് ആദ്യം ഒരു അപ്ഫ്രണ്ട് ആയിട്ട് കുറച്ചൊരു എമൗണ്ട് അടയ്ക്കണം. ആ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ആയിട്ട് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ആ എമൗണ്ട് നമുക്കൊരു വിന്നിങ് പ്രോഡക്റ്റോ കാര്യങ്ങളോ കിട്ടാതെ നമുക്കൊരു ആദ്യം തന്നെ ഒരു പേയ്മെൻറ്റ് എടുത്ത് സെറ്റ് ആവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നെഗറ്റീവ് ടാസ്ക് ആണ്. നമുക്ക് നല്ലൊരു സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്പെൻഡ് കറക്റ്റ് ആക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സ്റ്റോറിക്ക് അത്യാവശ്യം നല്ല പ്രോഡക്ട്സ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു സാധനത്തേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ നല്ലൊരു വിന്നിങ് പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അത്യാവശ്യം സെയിൽസ് വന്നതിന് ശേഷം മാത്രം ഇങ്ങനത്തെ വെബ്സൈറ്റുകൾക്ക് പോയാൽ മതി എന്നാണ് എൻ്റെ സജഷൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ ഒരു സീരീസിന് മൊത്തമായിട്ട് ഞാൻ റോപ്പോസോ ക്ലൗഡ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. കാരണം ഇത് സെറ്റപ്പ് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ ഈ ബിഗിനേഴ്സിന് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നെഗറ്റീവ്സ് ഉണ്ട്. നെഗറ്റീവ്സ് ഇല്ലാത്തൊരു വെബ്സൈറ്റ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല എന്നുള്ളൊരു വാസ്തവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവ്സ് നമുക്ക് കുറച്ചൊക്കെ പോസിറ്റീവ് ആക്കാനുള്ള ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. COD കാര്യങ്ങളിൽ റിട്ടേൺസ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ എന്നാലും നമ്മൾ ഈ ഒരു സീരീസിൽ അതുകൊണ്ടാണ് റോപ്പോസോ ക്ലൗഡ് ചൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 5 എന്താ പറയുക ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രോപ്പ് ഷിപ്പിംഗ് സപ്ലയേഴ്സിൻ്റെ ലിസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ നമ്മൾ റോപ്പോസോ ക്ലൗഡാണ് ഈ ഒരു സീരീസിൻ്റെ സപ്ലയർ എന്ന് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി റോപ്പോസോ ക്ലൗഡിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു മൊബൈൽ നമ്പർ. ആ മൊബൈൽ നമ്പർ അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ മൊബൈൽ നമ്പർ അല്ലാതെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തൊരു നമ്പർ ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. വേറെ എക്സ്റ്റേണൽ നമ്പർ ഉണ്ടായാൽ നന്നായിരിക്കും. അപ്പോൾ ആ നമ്പർ വെച്ചിട്ട് ഇപ്പോൾ റോപ്പോസോ ക്ലൗഡ് ആദ്യം ചെയ്യുന്ന സമയത്തൊക്കെ ഒറ്റ സാധനം ഉണ്ടായിരുന്നു. റോപ്പോസോ ക്ലൗഡ് വന്നിട്ട് ആ നമ്പർ വെച്ച് ലോഗിൻ ചെയ്താൽ മാത്രം മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 തരത്തിലുള്ള സംഭവം റോപ്പോസോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പറയുന്നത് മാർക്കറ്റ് പ്ലേസും, 2 പറയുന്നത് റോപ്പോസോ ക്ലൗഡ് ബിസിനസ്സും. മാർക്കറ്റ് പ്ലേസിന് എന്താ വെച്ചാൽ GST ബിസിനസ് ആണെങ്കിലും നമുക്ക് സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കറക്റ്റ് GST ഇൻപുട്ട് കാര്യങ്ങൾ കിട്ടും. സപ്ലൈസ് നമുക്ക് ഇൻവോയ്സ് കാര്യങ്ങൾ നമ്മുടെ പേരിൽ ജനറേറ്റ് ചെയ്ത് കൊടുക്കുമെന്നാണ് രണ്ടാമത്തെ ബെനിഫിറ്റ്. മൂന്നാമത് സപ്ലയർ ആയിരിക്കും GSTയുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. ഇൻപുട്ട് കാര്യങ്ങൾ, ലയബിലിറ്റി കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണത് നമ്മുടെ സപ്ലയർ ആയിരിക്കും. അതേപോലെ GST ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യം ഓപ്ഷണലാണ്. നമുക്ക് GST ഇല്ലാതെയും ഈ ഒരു സാധനം വെച്ചിട്ട് സെല്ല് തുടങ്ങാം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. തുടങ്ങുമ്പോൾ GST ഇല്ലെങ്കിൽ നമുക്ക് മെല്ലെ GST അത്യാവശ്യം വരും. അപ്പോൾ ഈ GST ഇല്ലാതെ ചെയ്യാവുന്നവർക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാവുന്ന സംഭവമാണ് റോപ്പോസോ ക്ലൗഡ് മാർക്കറ്റ് പ്ലേസ്. ഇനി റോപ്പോസോ ക്ലൗഡ് ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ GST ബിസിനസ് ആയവർക്ക് മാത്രമാണ്, അതായത് GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബിസിനസ് അക്കൗണ്ട് ഉള്ള ഒരാൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു സംഭവം സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ അതായത് നമ്മൾ ഇൻപുട്ട് ബെനിഫിറ്റ്സ്, ടാക്സ് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് റോപ്പോസോ ക്ലൗഡിൽ പ്രൊവൈഡ് ചെയ്ത് തരും. അതേപോലെ തന്നെ നമ്മുടെ പേരിൽ ഇൻവോയ്സ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇതിന് മാനേജ് നമ്മുടെ എന്താ പറയുക GST ഇൻപുട്ട് ലയബിലിറ്റി ഒക്കെ അവർ എന്താണ് ഇതിനെ ഒരു അലോക്കേറ്റ് ചെയ്തൊരു 01 എന്ന് പറഞ്ഞിട്ട് കണ്ടോ, അതിൽ കണ്ടില്ലേ 01 ഇന്ത്യ എന്ന് പറഞ്ഞൊരു ടീമായിരിക്കും ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്. മറ്റേ സപ്ലൈസ് ആണ് മാനേജ് ചെയ്യുന്നത്. 01 ഇന്ത്യ ആയിരിക്കും ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ GST ഇൻപുട്ട് ലയബിലിറ്റി ഒക്കെ മാനേജ് ചെയ്യുന്നതും.
അതേപോലെ തന്നെ GST ഡീറ്റെയിൽസ് ഇതിൽ മാൻഡേറ്ററി ആണ്, മറ്റേ മാൻഡേറ്ററി ഓപ്ഷണലാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാലും ഇത് വേറൊന്നും കൂടി ഉണ്ട്. നമ്മൾ ബിസിനസ് മോഡലിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആണ്, തിരിച്ചും മാർക്കറ്റ് പ്ലേസിലേക്ക് റിവേർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് അക്കൗണ്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ജസ്റ്റ് മാർക്കറ്റ് പ്ലേസ് ഉപയോഗിച്ചാൽ മതി എന്നാണ് എൻ്റെ സജഷൻ. അപ്പോൾ ഇതിൽ ചെയ്യണം വെച്ചാൽ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ആൾറെഡി ലോഗിൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഗെറ്റ് സ്റ്റാർട്ടർ അടിക്കാത്തത്. ഗെറ്റ് സ്റ്റാർട്ടർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോൺ നമ്പർ അടിച്ചിട്ട് OTP വെച്ച് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നമ്മുടെ നമ്പർ അടിച്ചിട്ട് OTP വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് വെച്ചാൽ ഒരു ഷോപ്പിഫൈ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഒരു ഷോപ്പിഫൈ സ്റ്റോറുമായിട്ട് കണക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ആൾറെഡി ഒരു ഷോപ്പിഫൈ സ്റ്റോർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കണം. ഞാൻ പറഞ്ഞ ലിങ്ക് ഉപയോഗിച്ചിട്ട് താഴെ ലിങ്ക് ഞാൻ കൊടുത്ത ലിങ്ക് വെച്ച് നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ 3 മാസത്തേക്ക് 20 രൂപയെ വരും, 20 രൂപ പെർ മന്തേ വരുള്ളൂ. ഇപ്പോൾ ആദ്യത്തെ 3 ദിവസം ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആ 3 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ മാസം 20 രൂപ, അങ്ങനെ 3 മാസം നിങ്ങൾക്ക് ഈ സ്റ്റോർ റൺ ചെയ്ത് നോക്കാം പറ്റുന്ന ഒരു ബെനിഫിറ്റ് ഷോപ്പിഫൈന് ഞാൻ താഴെ കൊടുക്കുന്ന ലിങ്ക് വെച്ച് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ വഴി പോയിട്ട് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് ഇതുമായിട്ട് അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിഫൈ ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോപ്പിഫൈയിൽ പോയിട്ട് നമ്മുടെ എന്താ പറയും റോപ്പോസോ ക്ലൗഡിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ആവും. ഇപ്പോൾ അല്ലാത്തൊരു ഓപ്ഷൻ പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ഇവിടെ തന്നെ നിങ്ങൾക്ക് ആപ്സ് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, അവിടെ നിങ്ങൾ റോപ്പോസോ ക്ലൗഡ് എന്ന് അടിച്ചാൽ കണ്ടോ, റോപ്പോസോ ക്ലൗഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആണോ നിങ്ങൾക്ക് അവിടെ ഒരു ആപ്പ് ആൾറെഡി അവൈലബിൾ ആണ്. ഇതാ ഞാൻ പറഞ്ഞത്, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സുഖമാണ്. ഇത് ഇൻസ്റ്റാൾ ആകാൻ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഷോപ്പിഫൈ സ്റ്റോറിക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ആവും. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ആയി എന്നുള്ള ലെവലിലാണ്. ഞാനിപ്പോൾ ആൾറെഡി ലോഗിൻ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഇനി അത് കഴിഞ്ഞാൽ അത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് ലിങ്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡാഷ്ബോർഡ് വരും. ആ ഡാഷ്ബോർഡാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇതായിരിക്കും നിങ്ങളുടെ മെയിൻ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഡാഷ്ബോർഡ് ഉണ്ടാവുക. നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് റോപ്പോസോ ക്ലൗഡിലെ മാർക്കറ്റ് പ്ലേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാഷ്ബോർഡ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഡാഷ്ബോർഡിൽ എന്തൊക്കെ ഓരോരോ സെക്ഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ നേരെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒന്ന് പറയണത്, ഞാനൊരു കുറേ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുറേ സെക്ഷൻസ് ഉണ്ടാവും, അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ട. ഫസ്റ്റ് പറയുന്നത് അനലിറ്റിക്സ് എന്ന് പറഞ്ഞ ടാബാണ്. ഈ അനലറ്റിക്സിൻ്റെ ടാബിലായിരിക്കും നിങ്ങളുടെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ഓരോ ഓർഡേഴ്സിൻ്റെ ഡാറ്റാസും, അതിൽ ഏതൊക്കെയാണ് ക്യാഷ് ഓൺ ഡെലിവറി, ഏതൊക്കെയാണ് പേയ്മെൻറ്റ് ഓർഡേഴ്സ്, ഈ പേയ്മെൻറ്റ് ഡെലിവറി ഏതൊക്കെ എന്താ പറയുക സംസ്ഥാനത്തു നിന്നാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഈ ഓർഡേഴ്സ് ഏതൊക്കെ സ്റ്റേറ്റ്സിൽ നിന്നാണ് എന്നുള്ള കാര്യങ്ങളും, എത്ര ഡെലിവേർഡായി, എത്ര റിട്ടേൺ ആയി, എത്ര മാർട്ടിയോ ആയി എന്നുള്ള കാര്യം ഡാറ്റാസ് മൊത്തം നമുക്കിവിടെ ഈ ഒരു അനലറ്റിക്സ് പേജിൽ വരും. അത് നമുക്ക് മെല്ലെ സെയിൽസ് വല്ല തുടങ്ങുമ്പോഴാണ് ഈ പേജ് ഒന്ന് ആക്റ്റീവ് ആക്കണം. അതുവരെ ഈ 000 എന്നുള്ള കാര്യങ്ങളായിരിക്കും കാണിച്ചു തരിക. അത് കാര്യമാക്കണ്ട. ഈ ഒരു പേജ് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള പേജാണ്. ഇതിനനുസരിച്ചിട്ടാവും നമ്മൾ ഓരോ പ്രൊഡക്ട്സിൻ്റെ നമ്മുടെ വിന്നിങ് പ്രോഡക്റ്റ് മനസ്സിലാക്കുന്നതും, അത് ഏതൊക്കെ റീജിയൻ നമുക്ക് ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെ സെക്ഷനാണ് നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഈ റോപ്പോസോ ക്ലൗഡിൻ്റെ ഹോം പേജ്. ഈ ഹോം പേജിലാണ് നമ്മുടെ വെബ്സൈറ്റിക്ക് ആവശ്യമായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അപ്പം തന്നെ നോക്ക്, നിങ്ങൾ എത്രമാനം കാറ്റഗറീസാണ് ഇവിടെ അവൈലബിൾ ആയിട്ട് നോക്ക്. ഇത്രയും കാറ്റഗറീസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഓരോ കാറ്റഗറീസിൽ ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ആൾറെഡി അവൈലബിൾ ആണ്. ഇപ്പോൾ ഹോം ആയിക്കോട്ടെ, ബ്യൂട്ടി ആയിക്കോട്ടെ, കാർ ആൻഡ് ബൈക്ക് ആയിക്കോട്ടെ, ജിം ആയിക്കോട്ടെ, ഫുഡ് വെയർ ആയിക്കോട്ടെ, ആക്സസറീസ് ആയിക്കോട്ടെ, ജ്വല്ലറി ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ നമുക്ക് ഇഷ്ടം പോലെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് ആൾറെഡി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഹീറോസിനെ നമുക്ക് സജസ്റ്റ് ചെയ്തും, ന്യൂലി ലോഞ്ച് ആയ പ്രൊഡക്ട്സ് നമുക്ക് സജസ്റ്റ് ചെയ്തിരും. ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഇപ്പോൾ വേറെ ആൾക്കാർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സ്, ചൈനയിൽ നിന്ന് ഇപ്പോൾ ഇമ്പോർട്ടായ സാധനങ്ങൾ, അങ്ങനെ കുറേ പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കണ്ടോ, ഇതിനെ തന്നെ നമുക്ക് ഇവിടെ ഇത് ഏറ്റവും എത്ര ഇൻവെൻട്രി ഉണ്ട്, എന്നാണ് അതിൻ്റെ പ്രൈസ്, ഇവർ കൊടുക്കുന്ന പ്രൈസ് എത്രയാണ്, എത്ര യൂണിറ്റ്സ് ഒരു കൊല്ലം കൊണ്ട് സെല്ല് ചെയ്തു, അതേപോലെ തന്നെ എത്ര ഡെലിവറി റേറ്റ് പെർസെൻറ്റേജ്, ഇപ്പോൾ മോഡറേറ്റ് ആണോ, നല്ല ഡെലിവേർഡ് ആയിട്ടുണ്ട് ഈ സാധനം എന്നുള്ള കാര്യങ്ങളും, അലി എക്സ്പ്രസ് നിന്ന് ഇമ്പോർട്ട് ചെയ്ത പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അലി എക്സ്പ്രസ്സിൽ എത്ര സോൾഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പുഷ് ചെയ്യാനുള്ള ഓപ്ഷനും ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. അത് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഹോം പേജിൽ ഇത്രയും ഡാറ്റാസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ ഈ ഹോം പേജ് വെച്ചിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ പറയുന്നത് മാനേജ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ. ഈ മാനേജ് ഓർഡർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻ. ഇവിടെയാണ് നമ്മുടെ ഷോപ്പിഫൈക്ക് വരുന്ന ഓർഡേഴ്സ്, നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന എല്ലാ ഓർഡേഴ്സും സിങ്ക് ആയിട്ട് കാണുന്ന ഓർഡേഴ്സ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ ആയിരിക്കും. ഇവിടെ പെൻഡിങ്ങിൽ കിടക്കുന്ന അക്കൗണ്ട് നമ്മൾ കൺഫേം ചെയ്യാത്ത ഓർഡേഴ്സൊക്കെ ഇവിടെ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ടാവും. കൺഫേം ആയ ഓർഡേഴ്സ് കൺഫേം എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോകും. ഷിപ്പായ കൺഫേം ആയ ഓർഡേഴ്സ് നമ്മുടെ സപ്ലയർ ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഷിപ്പ്ഡ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് എത്തും. ആ ഷിപ്പ്ഡായ ഓർഡേഴ്സ് ക്ലോസ് ആയി കഴിഞ്ഞാൽ, ഷിപ്പ്ഡ് ഓർഡേഴ്സ് തന്നെ ഉണ്ട്, ഔട്ട് ഫോർ ഡെലിവറി ഉണ്ട്, ഫെയിൽഡ് ഡെലിവറി, ഇങ്ങനത്തെ കുറേ സബ്സെക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കൺഫേംഡ് ഡെലിവറി, ഷിപ്പ്ഡ് പറഞ്ഞാൽ ഇൻ ട്രാൻസിറ്റ് പറഞ്ഞാൽ ട്രാൻസിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്, അത് ഷിപ്പിംഗ് കസ്റ്റമറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഓർഡേഴ്സിനെ ഇൻ ട്രാൻസിറ്റ് പറയും. ആ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാൻ ഔട്ടായിട്ടുള്ള പ്രൊഡക്ട്സിന് ഔട്ട് ഫോർ ഡെലിവറി കാണും. പിന്നെ ഫെയിൽഡ് ആയ ഡെലിവറി ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഫെയിൽഡ് ഡെലിവറീസും കാണും.
പിന്നെ ക്ലോസ്ഡ് എന്ന് പറഞ്ഞ സെക്ഷനിലായിരിക്കും നമ്മുടെ ഡെലിവേർഡ് ആയ പ്രോഡക്ട്സ്, ക്യാൻസൽഡ് ആയ പ്രോഡക്ട്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, RTO ആയ പ്രോഡക്ട്സ് ഇതൊക്കെ കാണാൻ പറ്റുക. പിന്നെ എല്ലാ ഓർഡേഴ്സ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ചില ഓർഡേഴ്സ് സിങ്ക് ആവില്ല, നമ്മുടെ ഷോപ്പിഫൈയിൽ ചില ഓർഡേഴ്സ് ഇതുമായിട്ട് സിങ്ക് ആവില്ല. അതിന് എന്തുകൊണ്ട് റീസൺ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ഡാറ്റ ഒക്കെ ഇവിടെയും കാണുന്നുണ്ടാവും. അടുത്ത പറയുന്നത് NDR, മാനേജ് NDR എന്ന് പറഞ്ഞ സെക്ഷൻ. ഇവിടെ ആയിരിക്കും നമ്മുടെ ഫെയിൽഡ് ആയിട്ടുള്ള ഡെലിവറി കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഒരു ദിവസം കഴിയുമ്പോൾ എത്തിച്ചേരുന്നത് ഇവിടെ ആയിരിക്കും. ഇവിടെ നമുക്ക് ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഈ ഓർഡർ ഒന്നും കൂടി റീട്രൈ ചെയ്യണോ അതോ റിട്ടേൺ അടിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇവരെ നമ്പർ എന്തെങ്കിലും തെറ്റുള്ളത് കൊണ്ടാണ് ഡെലിവർ ആവാത്തെങ്കിൽ ആ നമ്പർ നമുക്ക് വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് ആ നമ്പർ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതാണ് ഈ ഫെയിൽഡ് ഡെലിവറി സെക്ഷൻ. അതേപോലെ തന്നെ ആ ഫെയിൽഡ് ഡെലിവറി സെക്ഷനിൽ ഉണ്ടായ ഫെയിൽഡ് ആയ ഡെലിവേഴ്സ് ഔട്ട് ഫോർ ഡെലിവറി ആയോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സെക്ഷനിൽ കാണാൻ പറ്റും. ഇനി ആ ഫെയിൽഡ് ആയ ഡെലിവേഴ്സ് പതിയെ ഡെലിവേർഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഡെലിവേർഡ് ആയി എന്ന് പറഞ്ഞ സെക്ഷൻ ഇവിടെ കാണാൻ പറ്റും. പിന്നുള്ളത് RTO എന്ന് പറയുന്നത് റിട്ടേൺ ആയി, ആ പ്രൊഡക്റ്റ് റിട്ടേൺ ആയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് ഈ RTO സെക്ഷനിലായിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാനേജ് NDR എന്ന് പറഞ്ഞ സെക്ഷനിൽ ഉണ്ടാവുക. ഇവിടെ നമുക്ക് കുറേ ഹാൻഡിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി അടുത്ത മാനേജ് പ്രൊഡക്ട്സ്. ഈ മാനേജ് പ്രൊഡക്ട്സിലായിരിക്കും നമുക്ക് എന്താണ്, നമ്മൾ ആഡ് ചെയ്യുന്ന പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഈ ഒരു മാനേജ് പ്രൊഡക്ട്സ് എന്ന സെക്ഷനിലായിരിക്കും. ഈ മാനേജ് പ്രൊഡക്ട്സിലായിരിക്കും നമ്മൾ ഏതൊക്കെ പ്രൊഡക്ട്സ് ആഡ് ചെയ്യണോ അതൊക്കെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ മാനേജ് പ്രൊഡക്ട്സിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്ട്സ് കാര്യങ്ങൾ ഹാൻഡിൽ കണ്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ പഴയ സ്റ്റോർ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, ഇപ്പോൾ പോയ സ്റ്റോറാണ്. അപ്പോൾ പഴയ സ്റ്റോറിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സാണ് കണ്ടില്ലേ. ഇപ്പോൾ കണ്ടോ, എന്താ പറയുക, പസിൽ ഗെയിം, അതേപോലെ തന്നെ പെറ്റിൻ്റെ ഹെയർ, അതേപോലെ തന്നെ ബ്ലാങ്കറ്റ് കാര്യങ്ങൾ, അതിൻ്റെ SQ മോഡൽസ്, C-സ്കോഡ്, ക്ലൗഡിൻ്റെ പ്രൈസ്, നമ്മൾ വിറ്റ പ്രൈസ്, എത്ര ഇൻവെൻട്രി അവൈലബിൾ ആയിട്ട്, അതിൽ ഇൻവെൻട്രി റിക്വസ്റ്റ് ചെയ്യണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്ന സംഭവമാണ് മാനേജ് പ്രൊഡക്ട്സ്. പിന്നെ സോഴ്സ് എ പ്രൊഡക്റ്റ് എന്ന സെക്ഷൻ, ഇത് നല്ലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ്. ഇവിടെ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ഒരു പ്രൊഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടു, അതേപോലെ വേറെ AliExpressലോ അല്ലെങ്കിൽ വേറെ വെബ്സൈറ്റിൽ നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് വേണ്ടി ഈ പ്രൊഡക്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ടുവരണം. പക്ഷേ നമുക്ക് നല്ലൊരു സപ്ലയറില്ല. ഇപ്പോൾ ഈ സപ്ലയറിനോട് തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ നെയിമും ആ പ്രൊഡക്റ്റ് ഏത് കാറ്റഗറിയിലാണ് പെടുക, ആ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റുള്ള വെബ്സൈറ്റിൻ്റെ URL കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ ക്ലൗഡ് എത്ര നമുക്ക് ക്ലൗഡ് പ്രൈസ്, നമ്മൾ അതായത് പ്രോപ്പോസോ ആ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ എത്ര പ്രൈസ് ലിസ്റ്റ് ചെയ്യുന്ന അവർ എക്സ്പെക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് അതിന് മാർക്കറ്റ് സ്കോപ്പ് ഉണ്ടോ കാര്യങ്ങളോ ഉണ്ടോ നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, ബൾക്കായിട്ട് അവരുടെ സ്റ്റോറിലേക്ക് കൊണ്ടുവന്ന് അവരുടെ സപ്ലൈസ് ഉണ്ടാക്കി മീൻസ് ബൾക്കായിട്ട് ഓർഡർ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഹോം സെക്ഷനിൽ ആ പ്രൊഡക്റ്റ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഗുണം ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് ആ പ്രൊഡക്റ്റ് നമ്മുടെ സ്റ്റോറിലിട്ട് വിൽക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ ആ ഒരു സെക്ഷനാണ് ഇവിടെ നമുക്ക് പുതിയ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു സോഴ്സ് പ്രൊഡക്റ്റ് എന്ന സെക്ഷനിലുണ്ട്. അടുത്തെന്ന് പറയുന്നത് RTO സെക്ഷനാണ്. ഈ RTO സെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആയ സെക്ഷനാണ്. ഇവിടെ നമ്മൾ രണ്ടെണ്ണം ഹൈ RTO പിൻകോഡ് ലിസ്റ്റ് കിട്ടും. അത് ഏറ്റവും കൂടുതൽ ഇവർ കുറേ വെബ്സൈറ്റുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കുറേ സെല്ലിങ് നടക്കുന്ന ഒരു ടീമാണായതുകൊണ്ട് തന്നെ ഏതൊക്കെ പിൻകോഡിലാണ് ഏറ്റവും കൂടുതൽ RTO ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കളക്ട് ചെയ്തിട്ട് അവരൊരു RTO പിൻകോഡ് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഇത് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പിൻകോഡ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സാധനം ഉപയോഗിച്ച് നമുക്ക് ആഡ്സ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അതായത് ഇന്ന ഭാഗത്തേക്ക് കാണിച്ചാൽ മതി, ഇന്ന ഭാഗത്തേക്ക് കാണിക്കേണ്ട. അല്ലെങ്കിൽ തന്നെ നമ്മൾ വെബ്സൈറ്റിലേക്ക് വരുന്ന ആൾക്കാർ ഇന്ന പിൻകോഡുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കത് എന്താ പറയുക, അവർ ബൈ ചെയ്യേണ്ട എന്ന തരത്തിലൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് പറ്റും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ പിൻകോഡിൻ്റെ ലിസ്റ്റ് അത്യാവശ്യമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ RTOനെ കുറിച്ചുള്ള കൂടുതൽ ഫാക്ട്സ് കാര്യങ്ങൾ, എത്ര പ്രൈസ് ചാർജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് RTO വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഗോ ത്രൂ ചെയ്യാവുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് മൊത്തത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെയുള്ള 3 സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബാക്കി ഹാൻഡ്ലിങ് കാര്യങ്ങളാണ്. ഈ ഒരു റിപ്പോർട്ട്സ് എന്ന സെക്ഷനിലായിരിക്കും നമ്മുടെ എന്താണ് കാര്യങ്ങൾ, നമ്മുടെ സെയിൽസ് കാര്യങ്ങളൊക്കെ വന്നു, നമുക്ക് പേയ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞെങ്കിൽ അതിൻ്റെ മൊത്തത്തിലായിട്ടുള്ള ഒരു റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. റിപ്പോർട്ട്സ് എന്ന സെക്ഷനിൽ ഒരു PDF ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് അയക്കുന്നത്. പേയ്മെൻറ്റ്സ് എന്ന സെക്ഷൻ ഞാൻ കാണിക്കുന്നില്ല. പേയ്മെൻറ്റ്സ് എന്ന സെക്ഷനിലായിരിക്കും നമുക്ക് ഓരോ മന്ത്ലി നമ്മുടെ ഓർഡർ ഡെലിവേർഡ് ആയിട്ട് വരുന്ന എത്രത്തോളം ഓർഡർ ഡെലിവർ ആകുമ്പോൾ അത്രത്തോളം എമൗണ്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ട് നമ്മൾ ഒരു വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി പേ ഔട്ട്സ് ആയിരിക്കും. ആ പേ ഔട്ട്സ് മൊത്തം എന്നൊക്കെ നമുക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു എന്നുള്ള ഡീറ്റെയിൽസ് മൊത്തം ഈ പേയ്മെൻറ്റ്സ് പറഞ്ഞ സെക്ഷനിൽ ഉണ്ടാവും. പിന്നെയുള്ള സെക്ഷൻസ് പറയുന്നത് 3 നമുക്ക് റോപ്പോസോ ആയിട്ടുള്ള ഇൻട്രാക്ഷനുമായിട്ട് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഒന്ന് പറയുന്നത് വേറെ നോക്കിയിട്ട് വാല്യൂ ആഡഡ് സർവീസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ വാല്യൂ ആഡഡ് സർവീസിലായിരിക്കും ഒരു പുതിയൊരു വാല്യൂ ആഡഡ് സർവീസ് ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ വാട്സാപ്പായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക, വാട്സാപ്പിൽ അനലിറ്റിക്സ് ടൂൾസ്, ഇപ്പോൾ എത്ര ഓർഡർ സെല്ലായി, എത്ര ഓർഡർ ഡെലിവർ ആയിട്ടുള്ള സംഭവം നടത്തി ഞാൻ പറഞ്ഞല്ലോ, ആ സാധനങ്ങളുടെ ഡാറ്റ മൊത്തം നമുക്ക് വാട്സാപ്പിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതിന് ചെറിയൊരു ഫീ കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ സെറ്റാവും. പിന്നുള്ളത് ഒരു ക്ലൗഡ് ട്രെയിനിങ് എന്നുള്ള ഓപ്ഷൻ. ഇത് വെച്ചിട്ട് നമുക്ക് ഓരോ എത്ര ടൈം കാര്യങ്ങൾ, ഒരു സൂം മീറ്റിംഗ് കാര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കുക, എങ്ങനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നത്. നമ്മളിപ്പോൾ പഠിപ്പിച്ചു തരുന്ന അതേ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ
ഈ ഒരു ക്ലൗഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ കാര്യങ്ങൾ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ആ അവരുടെ വീഡിയോസ് പോയിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ സെക്ഷൻസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ക്ലൗഡ് അപ്ഡേറ്റ്സ് പറഞ്ഞാൽ ഇവർ എന്തെങ്കിലും ആ പ്രൊഡക്ട്സിൽ ഓഫേഴ്സ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ പ്രൊഡക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ടോ, റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളും എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങൾ വെബ്സൈറ്റിൽ കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ അപ്ഡേറ്റ്സ് പറഞ്ഞ സെക്ഷനിൽ കാണാൻ പറ്റുന്നതാണ് ഒന്ന് കാര്യമാണ്. പിന്നെ സപ്പോർട്ട് വേണം, നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് ഹാൻഡിൽ ചെയ്യാൻ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവരോട് മെസ്സേജ് അയക്കാം, അവരോട് കോൾ ചെയ്യാൻ, അവരുടെ നമ്പറൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതിൽ. അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ആ ഒരേ സംഭവം തന്നെ നമുക്കിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ക്ലിക്ക് കഴിഞ്ഞാൽ ഒരു ചാറ്റ് ഓപ്ഷൻ വരും. ആ ചാറ്റ് ഓപ്ഷനിൽ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊപ്പോസൽ ക്ലൗഡിൻ്റെ ഡാഷ്ബോർഡ്സ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ്. ഇനി നമുക്ക് പ്രൊഡക്ട്സ് കാര്യങ്ങൾ എങ്ങനെ കാണാം, അതെങ്ങനെ ജസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ ഹോം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ പൊട്ടൻഷ്യൽ ഹീറോസ് എന്ന സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടോ, ഇപ്പോൾ തന്നെ കുറേ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്, ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെ നല്ലൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മെയിനായിട്ട് ഇപ്പോഴത്തെ ഒരു കേസ് നമുക്ക് എക്സാമ്പിൾ നോക്കിച്ചാൽ അത്യാവശ്യം എന്താ പറയുക യൂണിറ്റ്സ് സോൾഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇത് പുതിയ പൊട്ടൻഷ്യൽ ഹീറോസ് ആയതുകൊണ്ട് ഒന്നും കാണില്ല നമുക്ക്. ഇപ്പോൾ എന്താ പറയുക നൂലി ലോഞ്ചിലും കാണണ്ട. സമ്മർ പ്രൊഡക്ട്സ് വന്ന സെക്ഷനിൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഇതൊക്കെ ഓടിക്കഴിഞ്ഞ പ്രൊഡക്ട്സാണ് കണ്ടോ. ഇവിടെ 10,000 യൂണിറ്റ്സ് സെല്ലായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു പോസിറ്റീവ് കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇവിടെ ഇത് ലോ ആണ്, പക്ഷേ റിട്ടേൺ കണ്ടോ എക്സലൻ്റ് ആണെങ്കിൽ എബവ് 50% ആൾക്കാർ ഇത് ഡെലിവേർഡ് ആയിട്ടുണ്ട്. ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40-50% ഡെലിവേർഡ് ആയിട്ടുണ്ട് ഓർഡർ. അപ്പോൾ അതന്നെ നമുക്ക് ഇവിടെ ഫിൽറ്റർ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ലോ ആയതുകൊണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഡെലിവറി റേറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ ആ സാധനം എടുക്കണം. ഇവിടെ കണ്ടോ എക്സലൻ്റ് ആണ്, 5K to 10K ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് തോന്നി. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഇവിടെ അലിഎക്സ്പ്രസ്സിൽ 27+ സോൾഡ് ആയിട്ട് മറ്റേ ടെമു എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇതേപോലെ അലിഎക്സ്പ്രസ് പോലെ വെബ്സൈറ്റാണ്, അതിലും 3.2K പ്രൊഡക്ട്സ് സോൾഡ് ആയിരുന്നതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉപകാരം കണ്ടോ നിങ്ങൾ. ഈ ഒരു പ്രൊഡക്റ്റിന് ആവശ്യമായിട്ടുള്ള വീഡിയോ കാര്യങ്ങൾ, ഇമേജസ് കാര്യങ്ങൾ, അതിൻ്റെ എന്താ പറയുക ക്ലൗഡ് പ്രൈസിങ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ 452 ഇതിൻ്റെ ക്ലൗഡ് പ്രൈസ്, RTO ചാർജ് 80 വരുന്നത്, 600 ഗ്രാം ഉണ്ട് വെയിറ്റ്. നമുക്ക് സെല്ലിംഗ് പ്രൈസ് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എക്സ്പെക്റ്റഡ് ഓർഡറും നമ്മുടെ ആഡ് സ്പെൻഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ പ്രോഫിറ്റ് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു കാൽക്കുലേറ്റർ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക ഈ ഒരു പ്രൊഡക്റ്റ് എത്ര എണ്ണം വിൽക്കണോ, ഇൻവെൻട്രി 880 ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. സപ്ലയറിൻ്റെ സപ്ലയർ സ്കോറിന് എത്ര നല്ല സപ്ലയർ ആണോ, അതായത് 4ന്റെ മുകളിലുള്ളതൊക്കെ നല്ല സപ്ലയർ ആണ്, 3, 2.5 വരുന്ന സാധനങ്ങളൊക്കെ എടുക്കത്തൂടെ വേണ്ട. അതിന് മോശം സപ്ലയേഴ്സാണ്. അവരുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ മാക്സിമം ആ പ്രൊഡക്ട്സ് ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. പിന്നെ വെയിറ്റ് കാര്യങ്ങൾ നോക്കുക, GST എത്ര ശതമാനം വരുന്നുണ്ടെന്ന് കാര്യങ്ങൾ നോക്കുക. പിന്നെ ഇതേ പ്രൊഡക്റ്റ് വിൽക്കുന്ന മോർ സപ്ലയേഴ്സിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ സപ്ലയേഴ്സ് ഉണ്ടെങ്കിൽ കാണിക്കും. ഇപ്പോൾ ആൾറെഡി ആ പ്രൊഡക്റ്റിന് വേറെ സപ്ലയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ആ സപ്ലയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അത് കാണിച്ചില്ല എന്നുള്ള മാത്രമേ നമുക്ക് ഒന്നുകൂടി ആ പ്രൊഡക്റ്റ് മിസ്സായിട്ടുണ്ടോ ഒന്നും തിരിച്ചയക്കാൻ തന്നെ പോകാം. നമ്മളിപ്പോൾ നേരത്തെ എടുത്തിരുന്നു ആ സമ്മർ പ്രൊഡക്ട്സ്, ഇതല്ലേ പ്രൊഡക്റ്റ്, ഓക്കെ ഈ ഒരു പ്രൊഡക്റ്റിലായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പിന്നെ ഉണ്ടാവുക അതിൻ്റെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ, ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് നമ്മൾ ഈ ക്യാമ്പയിൻ ചെയ്യാനുള്ള ഹെൽപ്പുള്ള എല്ലാ സാധനവും ഇവിടെ തന്നെ കിട്ടും കേട്ടോ. ഏതൊക്കെ സ്റ്റേറ്റിലാണ് കൂടുതൽ ഡെലിവർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് മൊത്തം കിട്ടുന്നത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്യാം, ഫേസ്ബുക്കിൽ മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്യാം. ഏതൊക്കെ പിൻകോഡ് കാര്യങ്ങൾ വെച്ചിട്ട്, പിന്നെ എത്ര RTO വരും കേട്ടോ. ഇതിൽ RTO എന്ന് പറയുന്ന സംഭവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഡെലിവേർഡ് ആവാതെ ആൾക്കാർ റിജക്ട് ചെയ്ത് തിരിച്ചു വരുന്ന സാധനത്തിനാണ് RTO എന്ന് പറയുന്നത്. RVP അല്ലെങ്കിൽ റിട്ടേൺ മീൻസ് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ആ പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആയി, പക്ഷേ ആ പ്രൊഡക്റ്റ് എന്തോ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ എന്തോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സൈസിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ അവർ തിരിച്ചയക്കണതിനാണ് RTO. അപ്പോൾ അതിനൊരു 141 RTO 150. ഇത് എവിടെ നിന്ന് എടുക്കാമെന്നും കൂടി ഞാൻ പറഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മൾ സെല്ലിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിൽ എമൗണ്ട് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യണ്ട. അപ്പോൾ ഇത് നമ്മൾക്ക് കിട്ടുന്ന ഒരു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു മന്ത്ലി മൊത്തം സെല്ലായി കഴിഞ്ഞാൽ ഒരു മന്ത്ലി അല്ലെങ്കിൽ വീക്കിലി ഒരു എമൗണ്ട് നമുക്ക് കിട്ടുന്നത്. ആ എമൗണ്ടിൽ നിന്ന് ആ ഒരു വീക്ക് അല്ലെങ്കിൽ ആ ഒരു മന്ത് എത്രത്തോളം RTO ഉണ്ടായിരുന്നു, എത്രത്തോളം RVP ഉണ്ടായിട്ടുണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു എമൗണ്ടിൽ നിന്ന് കുറച്ചിട്ടാണ് നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കുക. അപ്പോൾ അതിൽ വലിയൊരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യണില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഗുണം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഏതാണ് നമ്മുടെ ഇതിൻ്റെ സെല്ലർ, നമുക്ക് ഡയറക്റ്റ് അയാളെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇപ്പോൾ കുറവാണ്. ഫോൺ നമ്പറൊക്കെ നമുക്ക് അത് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുണ്ടോ സെയിം പ്രൈസിൽ വിൽക്കുന്നുണ്ട്, 452 ചില 448 വിളിക്കുന്നു. പക്ഷേ നമ്മുടെ കേട്ടോ സെയിം പ്രൈസ് കുറഞ്ഞിട്ട് വേറെ സപ്ലയർ ഇതേ സാധനം വിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണിച്ചു തരാം. വേറെ സപ്ലയേഴ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇതിലൂടെ കാണിക്കുന്നത്, അതാണ് നേരത്തെ പറഞ്ഞത്. അതേപോലെ തന്നെ ക്ലൗഡിൻ്റെ ഇവരെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്ന്. അതിലേക്ക് വരേണ്ട നമ്മൾ ചിലപ്പോൾ ചില കേസിലൊക്കെ നല്ല മോശം പ്രൊഡക്ട്സും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഷിപ്പിംഗ് ഫ്രീ ആണ്, ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്, 5 ഡേ ആണ് ഇവരുടെ റിട്ടേൺ പോളിസി കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഈ ഒരു എന്താ പറയുക റിട്ടേൺസ് പറഞ്ഞ RTO ഇൻഡൻസിലെ ഈ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ
അവരുടെ റിട്ടേൺ പോളിസി കാര്യങ്ങളൊക്കെ പറയാം. അതന്നെ 5 ദിവസം കൊണ്ടാണ് ഇവരുടെ റിട്ടേൺ കാര്യങ്ങൾ. നമ്മൾ 5 ദിവസത്തിനുള്ളിൽ ഒന്നെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഡയറക്റ്റ് റിട്ടേൺ അടിക്കാൻ പറ്റും, വരെ ട്രാക്കിങ്ങിൽ റിട്ടേൺ അടിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് തന്നെ റിട്ടേൺ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ RTO റിട്ടേൺ എന്താ പറയുക RTO റിട്ടേൺ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനാണ് ഇതിൻ്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ പ്രൈസും കുറവാണ്. ഇനി ഇത് ഡയറക്റ്റ് നമുക്ക് വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് പുഷ് ടു ഷോപ്പിഫൈ ചെയ്യുക. നമ്മുടെ ഏത് വെബ്സൈറ്റ് ഇവിടെ സ്റ്റോർ ചെയ്താൽ വെച്ചാൽ നമുക്ക് കുറേ സ്റ്റോർ ഉണ്ട്. നമ്മുടെ ഷോപ്പ് ഫോർ ലൈഫാണ് ഇപ്പോൾ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ സ്റ്റോർ എടുക്കുക, അതിലേക്ക് പ്രൈസ് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ 452 ആണെങ്കിൽ ഒരു 899 വിൽക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ആൾറെഡി 447 ഒരു പ്രൊഡക്റ്റ് വിറ്റ് കിട്ടുന്ന മാർജിനാണ് 447. എന്നിട്ട് നമ്മൾ ജസ്റ്റ് പുഷ് ടു ഷോപ്പിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഈ ഡാറ്റാസ് ഒക്കെ പാടെ കൂടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിക്ക് ഒരു പ്രൊഡക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് തരും. എത്ര സിമ്പിളാണ്, നമുക്ക് ഒറ്റ ബട്ടണിൽ പണി കഴിഞ്ഞു. പിന്നെ അവിടെ പോയിട്ട് നമുക്ക് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടെങ്കിലും കൂടിയും എത്ര സിമ്പിളായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. മറ്റേ നമ്മൾ ഓരോ ഇമേജസ് കൊടുത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ആ പണി എന്തായാലും ഉണ്ട്. അല്ല, വെബ്സൈറ്റ് ഭംഗിയാക്കുമ്പോൾ അതിൻ്റെതായ പണിയുണ്ട്. എന്നാലും നമുക്ക് ബാക്കി പ്രൈസിങ് കാര്യങ്ങളും ഇതിൻ്റെ വെയിറ്റ് കാര്യങ്ങളും ആഡ് ചെയ്യാലും ഒക്കെ ഒരു കാര്യം നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട. നമ്മൾ ജസ്റ്റ് ഈ പ്രൊഡക്റ്റ് പുഷ് ചെയ്തിട്ട് എത്ര അർജൻറ്റ് വിൽക്കണമെന്ന് ആഡ് ചെയ്താൽ മതി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് പേജ്. നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉള്ള സെക്ഷൻ എന്ന് പറയുന്നത് റോപ്പോസോ ക്ലൗഡിന്. അപ്പോൾ നമ്മളിപ്പോൾ റോപ്പോസോ ക്ലൗഡിൻ്റെ മൊത്തത്തിലുള്ള ഒരു സപ്ലയറിൻ്റെ എത്രത്തോളം സപ്ലയേഴ്സ് ഉണ്ട്, അതുപോലെ ഈ ഒരു സപ്ലയറിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്തൊരു സെക്ഷനാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നല്ല തരത്തിലുള്ള ഓർഡേഴ്സ് വന്നു, ഇപ്പോൾ റോപ്പോസോ ക്ലൗഡ് കാര്യങ്ങൾ അതൊക്കെ ഉപയോഗിച്ച് അത്യാവശ്യം ഓർഡേഴ്സ് വന്നു, പക്ഷേ റിട്ടേൺസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങളങ്ങനെ ആലോചിക്കുകയാണ്, നിങ്ങൾക്ക് നല്ല സെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നല്ല പ്രൊഡക്റ്റ് വിന്നിങ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ സ്വന്തമായിട്ട് നല്ല സപ്ലയറിനെ കണ്ടുപിടിച്ച് എങ്ങനെ സൂസ് ചെയ്യാം, ഇതാണ് നിങ്ങൾ പലരും ചിന്തിക്കാനുണ്ടാവുന്ന അടുത്തൊരു ഓപ്ഷൻ. അപ്പോൾ അതിന് പറ്റിയൊരു ഓപ്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ, ഒന്ന് പറയണത് ഞാൻ സജസ്റ്റ് ചെയ്യുക ഇന്ത്യ മാർട്ട് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഈ ഇന്ത്യ മാർട്ട് പറഞ്ഞ സംഭവം വളരെ വളരെ ഉപകാരമാണ്. അതായത് നമ്മുടെ സപ്ലയേഴ്സിൻ്റെ ഒരു ഹബ്ബാണ്. ആമസോൺ ഹബ്ബ് പോലെ തന്നെ സപ്ലയേഴ്സിൻ്റെ ഒരു ഹബ്ബാണ് ഇന്ത്യ മാർട്ട്. അപ്പോൾ ഈ ഒരു ഇന്ത്യ മാർട്ടിൽ നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങുക, കാര്യങ്ങൾ തുടങ്ങുക. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വിന്നിങ് പ്രൊഡക്റ്റ് ഉണ്ടാവും, നല്ല സെയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന പ്രൈസ് എത്ര നോക്കാം. അപ്പോൾ അതിലും കുറഞ്ഞ പ്രൈസ് ആ പ്രൊഡക്റ്റ് ഇവിടെ വന്നിട്ട് പേര് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കാം. ഇപ്പോൾ എടുത്ത പ്രൊഡക്റ്റിന് നമുക്ക് എടുക്കാം. എന്തായാലും പറയാം, വാഷബിൾ സീലിംഗ് ഫാൻ ക്ലീനർ. ഈ സാധനം എടുക്കുക. ഇത് നേരെ വന്നിട്ട് ഇന്ത്യ മാർട്ടിൽ സെർച്ച് ചെയ്യാം. നമുക്ക് ആ പ്രൊഡക്റ്റ് കണ്ടോ, സെയിം പ്രൊഡക്റ്റ് ഇവിടെ കിട്ടിയതുണ്ടോ. അവിടെ 400 വന്ന സാധനം കണ്ടോ, 167 ഉണ്ട്, ചില 100 വിൽക്കണു, 1249 വിൽക്കുന്ന ആൾക്കാരുണ്ട്, അതേപോലെ 110 പെർ പീസിന് വിൽക്കുന്ന ആൾക്കാരുണ്ടോ. നമുക്കിത് ഇങ്ങനെ തപ്പി വെക്കാം. പിന്നെ അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഇവിടെ എന്താ പറയുക, റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കുക. അവരുടെ മൊബൈൽ നമ്പറൊക്കെ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. നമ്മൾ ലോഗിൻ ചെയ്തിട്ടില്ല. പിന്നെ ഏത് അടുത്തുള്ള സ്ഥലത്താണോ കാര്യങ്ങളൊക്കെ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇവരായിട്ട് കോൺടാക്ട് ചെയ്യുക, അവർക്കായിട്ട് മെസ്സേജ് അയക്കുക. നമുക്ക് ഇത്ര പ്രൈസിന് ചെയ്തു തരാൻ പറ്റുമോ, ഇത്ര ഓർഡേഴ്സാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ അവർ നല്ലൊരു പ്രൈസ് നമുക്ക് പറഞ്ഞു തരും. എന്നിട്ട് നമ്മൾ ചെയ്യണത് അതേ പടി എടുത്തിട്ട് ആൾക്കാർ ഫുൾ ഏൽപ്പിക്കുക എന്നല്ല. ആദ്യത്തെ ഒന്നോ രണ്ടോ ഒരു സാമ്പിൾ പ്രൊഡക്റ്റ് അയാളിൽ നിന്ന് എടുക്കുക, ഒരു വാങ്ങുക, അല്ലെങ്കിൽ ഒരു 1-2 ഓർഡേഴ്സ് അയാളെ വെച്ചിട്ട് ചെയ്തു നോക്കുക. അപ്പോൾ ആ പ്രോസസ്സിൽ സ്മൂത്തായിട്ട് പോകുന്നുണ്ടെങ്കിൽ മെല്ലെ ഓർഡേഴ്സും മെല്ലെ ഷിഫ്റ്റ് ചെയ്തിട്ട് വേറെ അടുത്തേക്ക് എത്തിക്കുക. അങ്ങനെ നമ്മൾ ഓരോ സപ്ലൈസിനെ കണ്ടുപിടിക്കുക. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കാതെ മോർ സപ്ലൈസിനെ കണ്ടുപിടിക്കുക, അവരുമായിട്ട് മെസ്സേജ് അയക്കുക, ഇൻട്രാക്ഷൻ ചെയ്തിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കുക. അപ്പോൾ എന്താ ഗുണം ഉണ്ടാവുക, ഒരു സപ്ലയർ പെട്ടെന്ന് നിന്ന് പോയാലും മറ്റൊരു സപ്ലയർ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഹാൻഡിൽ ചെയ്ത് പോകാം. അപ്പോൾ അങ്ങനെയാണ് ഒരു ഓപ്ഷൻ. അതായത് നമുക്ക് സ്വന്തമായിട്ട് സപ്ലൈ കണ്ടുപിടിക്കുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യ മാർട്ട് തന്നെയാണ്. ഇന്ത്യ മാർട്ട് പോയാൽ കിട്ടാത്തൊന്നും ഇല്ല മക്കളെ. അതന്നെ എനിക്ക് പറയാനുള്ളത്. ഇന്ത്യ മാർട്ട് എല്ലാ സാധനവും കിട്ടും. അപ്പോൾ ഇന്ത്യ മാർട്ട് വെച്ചിട്ട് സപ്ലൈസിനെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇത് ചില സപ്ലൈസ് ഉണ്ടല്ലോ, ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ പറയുകയും ചെയ്യരുത്. ഡ്രോപ്പ് ഷിപ്പിംഗ് പറഞ്ഞാൽ തന്നെ അവർ സമ്മതിക്കില്ല, താല്പര്യമില്ലാതെ പറഞ്ഞിട്ട് ഒഴിവാകും. അപ്പോൾ അവിടെ മിക്കവാറും വേണ്ടി ഞാൻ ഇ-കൊമേഴ്സ് പരിപാടി നടത്തണം. എന്നിട്ട് അവരുടെ നിന്ന് പ്രൊഡക്റ്റ് കാറ്റലോഗ് വയ്ക്കുക. അവരുടെ പ്രൊഡക്റ്റ് കാറ്റലോഗ് കുറേ പ്രൊഡക്ട്സ് നമ്മളിപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് കാണുന്ന പ്രൊഡക്ട്സ് ആണെങ്കിൽ അപ്പോൾ തന്നെ മനസ്സിലാക്കും അവർ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. അല്ല നമ്മളിൽ കാണാത്ത കുറേ വെറൈറ്റി പ്രൊഡക്ട്സ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ മെല്ലെ ഓക്കെ ഞങ്ങൾ ഇങ്ങനത്തെ ടൈപ്പുള്ള പ്രൊഡക്ട്സ് ആണല്ല ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ മെല്ലെ മാറി. കാരണം അവർക്ക് ആദ്യം പറഞ്ഞാൽ തന്നെ അവർ സമ്മതിക്കും, ഇല്ല നടക്കൂല പറയും. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡയറക്റ്റ് ആദ്യം തന്നെ വന്ന രീതിയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആരും തരില്ല. തരുന്ന ആൾക്കാരുണ്ട്, പക്ഷേ അവിടെ ഒരു ജെനുവിനിറ്റി നമ്മളായിട്ടൊരു ഫീൽ ചെയ്യില്ല, അവർ ടച്ച് ചെയ്യില്ല. കാരണം നമ്മൾ അത്യാവശ്യം നല്ല സ്റ്റോർ നടത്തി നമ്മുടെ സ്റ്റോറൊക്കെ അയച്ചു കൊടുത്ത് നമ്മുടെ സ്റ്റോറിൽ എത്ര സെയിൽസ് വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു താല്പര്യം തോന്നും. അപ്പോൾ തന്നെ ഒരു നല്ല ഓഫറൊക്കെ നമുക്ക് തരും, നല്ല പ്രൈസ് റേഞ്ച് കുറവിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താ പറയുക കുറേ പ്രോഡക്ട്സ്
ലോ പ്രൈസിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ വെബ്സൈറ്റ് കണ്ടോ. അപ്പോൾ തന്നെ നമ്മുടെ നമ്പർ അടിച്ചു കൊടുക്കാൻ നമ്മൾ ഇപ്പോൾ തന്നെ മെസ്സേജ് നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇന്ത്യ മാർട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കേട്ട നമ്പർ അടിച്ച ഒരാൾ ഇൻക്വയറി കഴിഞ്ഞാൽ പിന്നെ തുരുതുരാന്ന് മെസ്സേജ് ഇങ്ങനെ ഇന്ത്യ മാർട്ടിനെ വന്നുകൊണ്ടിരിക്കട്ടോ വാട്സാപ്പിൽ. അപ്പോൾ ഞാൻ അതുകൊണ്ടും കൂടിയാണ് പറഞ്ഞത്, പേഴ്സണൽ മൊബൈൽ കൊടുക്കാതിരിക്കുക. നിങ്ങൾ ബിസിനസ്സിനായിട്ടൊരു മൊബൈൽ നമ്പർ സെറ്റപ്പ് ചെയ്താൽ വളരെ സുഖമാണ്. കാരണം ഇങ്ങനത്തെ കേസിലൊക്കെ വരുമ്പോഴല്ലോ തുരാന്നുള്ള മെസ്സേജ് ആയിരിക്കും ഈ ഇന്ത്യ മാർട്ടിൻ്റെ കേസിലൊക്കെ പറയുന്നത്. അതാണ് ഏറ്റവും വലിയ ഇടങ്ങേറ് പിടിച്ച സംഭവം. നമുക്കിപ്പോൾ നമ്പർ സേവ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരാളെ എൻക്വയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവർ സജസ്റ്റ് ചെയ്ത് നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അവരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ നല്ല ഒരു ജെനുവിൻ ആയിട്ടുള്ള നിങ്ങൾക്ക് ലോ റേറ്റിൽ വിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സപ്ലൈ കണ്ടുപിടിക്കുക എന്നുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ ഇന്ത്യ മാർട്ട്. സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ തമാശയായി തോന്നുമെങ്കിലും നിങ്ങളുടെ വെബ്സൈറ്റ് തന്നെയാണ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ആലോചിക്കുന്നത്? നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ നിങ്ങളൊരു കോൺടാക്ട് ഫോം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമല്ലോ. നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിൽ കോൺടാക്ടസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഫോം സെറ്റ് ചെയ്യുമല്ലോ. അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ. ഈ 2 ഓപ്ഷൻ വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല സപ്ലൈസ് വരും. എങ്ങനെയാണെന്ന് പറയാം, നിങ്ങളിപ്പോൾ ഒരു സ്റ്റോർ സെറ്റപ്പ് ചെയ്തു, സ്റ്റോർ സെറ്റപ്പ് ചെയ്ത് കുറേ ആഡ്സ് റൺ ചെയ്ത് കുറേ 1-2 പ്രോഡക്ട്സ് ഹിറ്റായി, ആ പ്രോഡക്റ്റ് നല്ല സെയിൽ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ സാധനങ്ങൾ ഈ സപ്ലൈസ് ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഡ്രോപ്പ് ഷിപ്പിങ്ങുമായിട്ട് ചെയ്യുന്ന സപ്ലൈസ് ഒക്കെ ഈ ഒരു ആഡ് ലൈബ്രറി ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ കുറേ കാലമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആഡ്സ് മൊത്തം ഇവർ വാലിഡേറ്റ് ചെയ്ത് ചില വെബ്സൈറ്റുകൾ റൺ ചെയ്യും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, നിങ്ങളുടെ വെബ്സൈറ്റിൽ വന്നിട്ട് കോൺടാക്ടസ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങളിപ്പോൾ ഈ വിൽക്കുന്ന പ്രൊഡക്റ്റില്ലേ, ആ വിൽക്കുന്ന പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളിപ്പോൾ വിൽക്കുന്ന പ്രൊഡക്റ്റില്ലേ, ആ വിൽക്കുന്ന പ്രൊഡക്റ്റ് ഞാൻ ഏറ്റവും ലോ പ്രൈസിൽ നിങ്ങളിപ്പോൾ ഈ വിൽക്കുന്ന പ്രൊഡക്റ്റില്ലേ, ആ വിൽക്കുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ലോ പ്രൈസിൽ ഞാൻ സെറ്റപ്പ് ചെയ്ത് തരാം, നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഇട്ടിട്ട് സെല് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ കുറേ മെസ്സേജസ് നിങ്ങൾക്ക് വരും. ആ മെസ്സേജസ് ഒക്കെ എല്ലാം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നല്ല പറഞ്ഞാൽ, കുറേ ഒന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്യുക, കുറേ പേർക്ക് മെസ്സേജ് അയച്ചു നോക്കുക, അവരുടെ ജെന്യൂനിറ്റി ചെക്ക് ചെയ്യുക, അവരുടെ കാറ്റലോഗ് കാര്യങ്ങൾ ചോദിക്കുക. കാറ്റലോഗ് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവരുമായിട്ട് സാമ്പിൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുക. സാമ്പിൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1-2 പ്രൊഡക്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1-2 പ്രൊഡക്റ്റ് അവർക്ക് അയച്ചു കൊടുത്തിട്ട് ആ ഒരു പ്രോസസ്സ് കാര്യങ്ങൾ ക്യാരി ഔട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ അത്യാവശ്യം ജെനുവിനിറ്റി തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രം മെല്ലെ മെല്ലെ നമുക്ക് വരുന്ന ഓർഡേഴ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 2 തരത്തിൽ നല്ല സപ്ലൈസ്, നമുക്ക് ജെനുവിനായിട്ടുള്ള സപ്ലൈസ് കിട്ടുന്നതാണ്. അല്ലാതെ തന്നെ കുറേ സപ്ലൈസ് കൊടുക്കുന്ന കുറേ പ്രൊവൈഡേഴ്സ് ഉണ്ട്. നമുക്കിപ്പോൾ ആ ലെവലിലേക്കൊന്നും നമ്മുടെ ഒരു ചാനൽ വലുതായിട്ടില്ല, കാരണം നമ്മളിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള സപ്ലൈസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഞാനിപ്പോൾ പറഞ്ഞില്ല. എന്നാലും 1-2-3 സപ്ലൈസ് ഉണ്ട്. ഞാനത് വീഡിയോ സീരീസിൻ്റെ എൻഡിൽ കുറച്ചെണ്ണം സജസ്റ്റ് ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സ്വന്തമായിട്ട് സപ്ലൈസ് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോസിൻ്റെ ടോപ്പിക്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് വലിയൊരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം എങ്ങനെ നല്ല നല്ല സപ്ലൈസിന് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ മെയിനായിട്ടുള്ള റോപ്പോസാണ് നമ്മൾ ഉപയോഗിക്കുന്ന. റോപ്പോസിൻ്റെ ഫുള്ളായിട്ടുള്ള ലോഗിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഡാഷ്ബോർഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ച് തന്നു. നിങ്ങൾക്ക് തന്നെ നല്ല രീതിയിൽ നല്ലൊരു സപ്ലൈനെ കണ്ടുപിടിക്കുക എങ്ങനെയാണെന്നുള്ള ഒരു മെത്തേഡും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, അതിനെക്കുറിച്ചുള്ള വീഡിയോനെ കുറിച്ചുള്ള എന്താ പറയുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്വന്തം ബിസിനസ്സുമായിട്ട് താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഈ ചാനലും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് ഫോളോ ചെയ്യാനും പറയാം, നിങ്ങളും ഫോളോ ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വരുമ്പോൾ എന്താ വെച്ചാൽ നല്ലൊരു എന്താ പറയുക വിന്നിങ് പ്രൊഡക്ട്സ് നമ്മൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വിന്നിങ് പ്രൊഡക്ട്സ് എങ്ങനെ സെലക്ട് ചെയ്യാം, എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളായിരിക്കും അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ എത്തുന്നവരെ ഗുഡ് ബൈ.